കോഴിക്കോട് കർഷകനെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടങ്ങി. വയനാട്ടിൽ നിന്ന് മയക്കുവെടി വിദഗ്ധ സംഘം കക്കയത്തെത്തും. എബ്രഹാമിനെ ആക്രമിച്ച സമയത്ത് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടുവെന്ന് പ്രദേശവാസികൾ മീഡിയയോട് പറയും. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് കക്കയത്ത് പാലാട്ടിയിൽ അബ്രഹാം എന്ന കർഷകനെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. വലിയ അലർച്ച കേട്ടെന്നും കാട്ടുപോത്ത് കൂട്ടം ഓടിപ്പോകുന്ന ശബ്ദം കേട്ടെന്നും പ്രദേശവാസി പറഞ്ഞു. കപ്രാന്റെ ചോട് തെളിച്ചോണ്ടിരുന്നപ്പം ഇയാടെ കാർച്ച കേട്ടു. ഞാൻ കാർച്ചയും കേട്ടു, പോത്ത് ഓടുന്ന ഒച്ചയും കേട്ടു. പോത്ത് ഇങ്ങനെ കൂട്ടത്തോടെ ഓടുന്ന ഒച്ചയാ കേട്ടത്. അങ്ങനെ എനിക്ക് തോന്നി ഇയാൾ ഇനി പേടിച്ച് കാറുതാണ് എന്താണെന്നൊന്നും ഒരു പിടിയില്ല. തിരിച്ച് ഞാനാ നിൽക്കുന്ന ഭാഗത്തോട്ടായി പോത്ത് ഓടി വന്നത്. പോത്ത് ഓടി വന്നിട്ട് നേരെ ഇങ്ങ് വന്നിട്ട് തിരിഞ്ഞങ്ങ് പോയി. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. കക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും കാട്ടുപോത്തിനായി തിരച്ചിൽ ആരംഭിച്ചു. വയനാട്ടിൽ നിന്നുള്ള മയക്കുവെടി വിദഗ്ധ സംഘവും കക്കയത്തേക്ക് ഉടനെത്തും. എന്നാൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്രഹാമിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കക്കയം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ കർഷകർ പ്രതിഷേധിച്ചു. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ 6-ന് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും. മബീഷ് കക്കോടിക്കൊപ്പം കക്കയത്ത് നിന്ന് ഷബീർ ഒമർ, മീഡിയ അവർ.